ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം ഒരാഴ്ച തികയുമ്പോൾ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. LNG ലഭ്യത മുതൽ കടത്തുകൂലി വർധന വരെയായി മലയാളിയുടെ നിത്യജീവിതത്തിലേക്ക് യുദ്ധക്കെടുതിയുടെ അനുരണങ്ങൾ നീളുകയാണ്. പഴം, പച്ചക്കറി, സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്തുള്ളവരും വൻ പ്രതിസന്ധിയാണ് കേട്ടോ ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നത് കേരളത്തിന്റെ കയറ്റുമതി മേഖലയെ തന്നെയായിരിക്കും. യുദ്ധം ആരംഭിച്ചതോടുകൂടി കേരളത്തിൽ നിന്നും അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും കയറ്റുമതി ഏറെക്കുറെ നിലച്ച മട്ടാണ് കേട്ടോ. അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ നിരവധി കണ്ടെയ്നറുകൾ വിമാനത്താവളങ്ങളിലും നമ്മുടെ തുറമുഖങ്ങളിലും കെട്ടിക്കിടക്കുകയാണ്. ഇതിന്റെ വാടക ഇനത്തിൽ കമ്പനികൾക്ക് ദിവസവും ലക്ഷങ്ങൾ ചിലവിടേണ്ടി വരുന്ന ഗതികേടിലാണ്. കമ്പനി ഉടമകൾ പറയുന്നത് പ്രകാരം ഗൾഫ് അടക്കം 25ഓളം രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള അരി കയറ്റുമതി താളം തെറ്റിയിരിക്കുകയാണെന്നാണ്. പ്രതിദിനം 150 ടൺ ചരക്ക് കയറ്റി അയച്ചിരുന്നിടത്തിപ്പോൾ 80 ടൺ ചരക്ക് പോലും പല ദിവസങ്ങളിലും അയക്കാനാവുന്നില്ലെന്ന് പറയുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതടക്കമുള്ള യുദ്ധകാല നടപടികൾ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ വഴിയും കൊച്ചി തുറമുഖം വഴിയുമുള്ള പഴം, പച്ചക്കറി, പലവ്യഞ്ജന കയറ്റുമതികൾ ആകെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അടക്കമുള്ള നിരവധി മുൻനിര കപ്പൽ കമ്പനികൾ പശ്ചിമേഷ്യയിലേക്കുള്ള കാർഗോ ബുക്കിംഗ് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ല കേട്ടോ കാര്യങ്ങൾ. സുരക്ഷയുടെ പേരിൽ കപ്പൽ കമ്പനികൾ ഒരു കണ്ടെയ്നറിന് $2000 മുതൽ $4000 വരെയാണ് ഇപ്പോൾ അധികമായ സെക്യൂരിറ്റി ചാർജ് അടക്കേണ്ടി വരുന്നത്. ഇത് കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരമാണ്. നിലവിൽ തന്നെ 300 കോടി രൂപയുടെ നഷ്ടമാണ് ഈ മേഖലയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാനമാർഗമുള്ള പച്ചക്കറി കയറ്റുമതി 4-1 കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് ചില കണക്കുകൾ പറയുന്നത്. യുദ്ധം തുടർന്നാൽ ഇത് പൂർണ്ണമായും സ്തംഭിക്കുമെന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നുണ്ട്. റമദാൻ സീസൺ ആയതോടുകൂടി പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും വലിയ ആവശ്യക്കാരുണ്ടായിരുന്നു ഗൾഫ് മേഖലയിൽ. എന്നാൽ പെട്ടെന്ന് കേടായി പോകുന്ന ഈ വിഭവങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തിക്കാൻ കഴിയാത്തത് കാരണം കർഷകരെയും കയറ്റുമതിക്കാരെയും ഈ യുദ്ധം ഒരുപോലെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ 10 മുതൽ 15% വരെ ഗൾഫ് മേഖലയിലേക്കായിരുന്നു. അതും ഏതാണ്ട് തകർന്ന മട്ടാണ്. ഇതുകൂടാതെ പ്രകൃതിവാതകത്തിന്റെ ലഭ്യത മുടങ്ങിയത് മൂലം കേരളത്തിന്റെ വളം നിർമ്മാണ മേഖലയും വളരെ സാരമായിട്ടാണ് ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നത്. ഒരു ചെറിയ തീപ്പൊരി പശ്ചിമേഷ്യയിൽ വീഴുമ്പോൾ അത് കേരളത്തിലെ ഒരു സാധാരണ കച്ചവടക്കാരുടെ ജീവിതത്തെ എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് എന്നാണ് നാം ഇതിലൂടെ കാണുന്നത്. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ കേരളത്തിന്റെ കയറ്റുമതി മേഖല സമ്പൂർണ്ണമായി സ്തംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നമുക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഗൗരവമായ ചർച്ചകൾ അടിയന്തരമായി നടക്കേണ്ടതുണ്ട്. യുദ്ധം ആർക്ക് ലാഭം ഉണ്ടാക്കിയാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സാമ്പത്തിക നഷ്ടത്തിന്റെ വലിയൊരു കണക്കു മാത്രമായിരിക്കും.